82 കരുണാനിധി സാറാ മുഖ്യമന്ത്രി. അതാണ് പള്ളിപ്പുറത്ത് വെച്ചിട്ട് ഒരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. സുപ്രീം കോടതി ജഡ്ജിമാർ, മറ്റുള്ള സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സ്, ഒരുപാട് പേരുമായിട്ട് ബന്ധങ്ങളുണ്ട്. മളമാഷെന്ന് പ്രത്യേകം അങ്ങനെ സെക്കൻഡ് ഷോ പരമാവധി കാണാൻ ശ്രമിക്കുക. റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറംകാരനെ മാതൃകാ ഡ്രൈവറായിട്ട് തിരഞ്ഞെടുത്ത് മദർ തെരേസ്യ നോബൽ സമ്മാനം കിട്ടിയ ആ വർഷം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. പക്ഷേ VVIPs ഒക്കെ പോകുന്നത് അതിവേഗത്തിലാണ്. അത് പണ്ടായാലും ഇപ്പോഴായാലും. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ദീർഘകാലം നമ്മുടെ ലീഡറായ കരുണാകരൻ സാറ് മുതൽ ഉമ്മൻചാണ്ടി വരെ ഉള്ള മന്ത്രിമാർക്ക് സാരഥിയായിരുന്ന അവറാച്ചൻ ചേട്ടനെയാണ്. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ചേട്ടൻ പുറകിലിരുന്ന് അധികം യാത്ര ചെയ്തിട്ടില്ല അല്ലേ? നമസ്കാരം. സ്ഥലത്തിൻ്റെ പ്രത്യേകത ഓർമ്മ, 1976 ഞാൻ ലോറി ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടേക്കളാണ് ആണല്ലേ ഇവിടുന്ന് ആദ്യം തുടങ്ങുന്നത്. 72-ലല്ലേ ലൈസൻസ് കിട്ടുന്നത്? അതെ, 70 ലൈസൻസ് കിട്ടിയ ഉടനെ ഞാൻ ഇവിടുന്ന് മലബാറിന് പോയി. മലബാറിൽ എവിടെ? മലബാറിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്, മാലക്കല്ല്, ചിറ്റാരിക്കാല്, ശരി, ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു 75 വരെ ജീപ്പ് ഓടിച്ചു. ശരി. 4 വീൽ ഡ്രൈവ്. അപ്പോൾ എനിക്ക് ആ വരുമാനം കൊണ്ട് ഞാൻ സംതൃപ്തനല്ല. ഉടനെ മംഗലാപുരത്ത് പോയിട്ട് ഹെവി എടുത്തു. ഓക്കെ, ഹെവി ലൈസൻസ് എടുത്തു. അത് തിരിച്ച് ഇവിടെ നാട്ടിൽ വന്നു. കാരണം അവിടെ ലോറികൾ വളരെ കുറവാണ്. അന്നത്തെ കാലത്ത് ലോറി കുറവാണ്. അപ്പോൾ ലോറി ആയിട്ട് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ലോറി വരെ പണി കിട്ടി. ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങുന്നത് ഇവിടുന്നാ? ശരി. ഇഷ്ടേക്കളത് ചുടുകട്ട. പിന്നെ എങ്ങനെയാ? പിന്നെ 78 വരെ ഇവിടെ ലോറി ഓടിക്കായിരുന്നു. 76 തൊട്ട് 78 വരെ. അപ്പുറം മറ്റ് ഇങ്ങനെ പല വണ്ടികളും. 79-ലാണ് എനിക്ക് സർക്കാർ സർവീസ് ജോലി കിട്ടുന്നത്. ഓക്കെ. അന്നത്തെ കാലത്ത് PSC ഫോം കിട്ടുന്നത് PSC എഴുതിയാണ് കിട്ടിയത്? അതെ. PSC ഫോം കിട്ടുന്നത് മുറുക്കാട് വഴിയാണ്. അത് ശരി. 25 പൈസ ഫോമിന് വില. ഞാൻ എവിടെ പോയ സമയത്ത് ചുമ്മാ ഒരു ഫോം മേടിച്ച് അപ്ലൈ ചെയ്തു. ആപ്ലിക്കേഷൻ എഴുതി അയച്ചു. 3 മാസം കഴിഞ്ഞപ്പം ഇന്റർവ്യൂ വിളിച്ചു. തിരുവനന്തപുരത്ത് പോയി. ആദ്യം തിരുവനന്തപുരത്ത് പോകുന്നു. അങ്ങനെ ശരി. അവിടെ പോയി ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പോകുന്ന അന്നേരം. ചേട്ടൻ അന്ന് എത്ര വയസ്സുണ്ട്? എനിക്കന്ന് 25 വയസ്സ്. 25 വയസ്സ്. അവിടെ പോയി ഈ ഇന്റർവ്യൂ പങ്കെടുത്തു. ചുമ്മാ പോകുന്നു. കന്യാകുമാരിയൊക്കെ കണ്ടിച്ച് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പം പോസ്റ്റിംഗ് ഓർഡർ വന്നു. ശരി. അന്ന് ഈ ഡ്രൈവറിനല്ല എൻ്റെ പേര്, ഷോഫർ എന്നാ. ഷോഫർ. അത് ശരി. അപ്പൊ എനിക്ക് സംശയം എന്നാത്തിനുള്ളതാണത്. നമുക്കറിയില്ലല്ലോ എന്നാ ഷോഫർ എന്നല്ലേ. എന്താണെങ്കിലും ധൈര്യമായിട്ട് അവിടെ പോയി. 310 രൂപ മാസം ശമ്പളമാണ്. ശരി. 78 അല്ലേ? 79. 310 രൂപയാണ്. നമ്മൾ 15 ദിവസം ഇവിടെ നമ്മൾ എടുത്തു. എനിക്ക് അന്നേരം ഇവിടെ 2500 രൂപ മൂവായിരം മാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓടിച്ചാൽ വിട്ടിട്ട് പോരാൻ വേണ്ടി തോന്നി. പിന്നെ അവിടെ പിടിച്ചു നിന്നു. അന്ന് ലോറിയെ പോയാൽ 2500 രൂപ മാസം കിട്ടും. ആ സമയത്ത് എനിക്ക് സർക്കാർ ജോലി കിട്ടിയപ്പോൾ 310 രൂപ ഉണ്ടായിരുന്നത്. 15 ദിവസം ആയപ്പോഴത്തേനും ഞാൻ മടുത്തു. ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല. അങ്ങനെ അവിടെ നിന്ന് ലീവ് എടുത്ത് പോന്നു ഒരാഴ്ച. ഇവിടെ ഒന്ന് ആലോചിച്ചു. നാട്ടുകാരും കൂട്ടുകാരും പറഞ്ഞു, നീ ഒരു പണി കിട്ടുകയല്ലേ, കളയണ്ട. പോകുമ്പോൾ ആളെ പോയിട്ട് അങ്ങനെ പിടിച്ച്. അപ്പം ആദ്യം ചെന്ന് കഴിഞ്ഞപ്പം എന്ത് വണ്ടിയാണ് ഓടിച്ചത് അവിടെ? ആദ്യം അംബാസഡർ ഉള്ളു മെയിനായിട്ടുള്ളൂ. അത് മന്ത്രിമാരുടെ അല്ലല്ല, ആദ്യം പോകുന്നത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 1980 അന്ന് മോഹൻലാലിൻ്റെ അച്ഛനുണ്ട്, വിശ്വനാഥൻ ജോസക്കത്തെയാണ് പുള്ളി. അങ്ങയുടെ കൂട്ടത്തിൽ ഒരാഴ്ച പോയി. ശരി. അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് TS ജോൺ, അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. എല്ലൂപ്പാറ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. കക്ഷി ഇവിടുത്തെ പോയി. അന്നൊക്കെ അംബാസഡർ ആയിരുന്നു. അംബാസഡർ. അത് കഴിഞ്ഞ് 1980 മന്ത്രിസഭയിൽ ലോനപ്പൻ തമ്പാടൻ മാസ്റ്റർ മന്ത്രിയായിരുന്നു, ട്രാൻസ്പോർട്ട് മന്ത്രി, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂട്ടത്തിൽ ആ മന്ത്രിസഭയുടെ കാലാവധി പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് 81 82 മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞപ്പം ആ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്ന് നോക്കിയപ്പം പേഴ്സണൽ സ്റ്റാഫിൽ നിൽക്കുന്നതിന് അവിടെ അർത്ഥമൊന്നുമില്ല. അന്ന് സ്ഥിരമായിട്ട് ഒരാളുടെ നിൽക്കുന്നതൊക്കെ നല്ലത്. അന്ന് എറണാകുളത്ത് കുറേ വണ്ടി ഉണ്ടായിരുന്നു. അന്ന് മന്ത്രിമാരും ഗവർണർമാരും കേന്ദ്രമന്ത്രിമാരും ഇങ്ങനെ പലരും വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എറണാകുളം ഗസ്റ്റ് ഹൗസ് കുറേ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ മേടിച്ച് പോകുന്നു. ഈ മടൻ മാസ്റ്റർ മിക്കവാറും സ്ഥലത്തെ കാറിനെ പോവുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാമ്പ്ര, കൊടകര, തൃശ്ശൂർ ജില്ലയായിരുന്നു. കൊടകര പേരാമ്പ്ര പള്ളിക്കടുത്തങ്ങനെ താമസിക്കും.
അപ്പം ആഴ്ചക്കൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് പേരാമ്പ്രയ്ക്ക് വരും. അന്നേരം പിന്നെ ആ പോകും ചിലപ്പം കാസർഗോഡ് വരെ പോകും. ഓ ശരി. ഈ അമ്പാസർ കാലത്തന്നെ പുള്ളി എപ്പോഴും കാറിൽ തന്നെ. അന്നൊക്കെ മന്ത്രിമാര് കാറിൽ സഞ്ചരിക്കുന്ന കുറവായിരുന്നു തോന്നുന്നു അല്ലേ? അല്ലല്ല, അന്ന് ഇതുപോലെ ട്രെയിൻ സൗകര്യം ഒന്നും ഇല്ലല്ലോ. ഓ ശരി. ഫ്ലൈറ്റും ഇല്ല, കൊച്ചിൻ ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇല്ല. അതുപോലെ ട്രെയിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് പുള്ളിക്ക് ഇവിടെ വീട്ടിലിറങ്ങണം. അപ്പൊ അതിന് വേണ്ടി നേരെ കാറിലാണ് പോകുന്നത്. അന്നത്തെ ഓട്ടോ എല്ലാം കാറിലായിരുന്നു. കാറിൽ മിക്കവാറും കാറിലാണ്. അത് അംബാസഡറെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടകര വീട്ടിൽ കിടക്കും. പിറ്റേ ദിവസം കാലത്തെ മണ്ഡലത്തിലെ പരിപാടിയും കഴിഞ്ഞ് കാസർഗോഡ് ഉണ്ടെങ്കിൽ രാത്രി കാസർഗോഡിൽ പോകും. ശരി. അതൊക്കെ ചേട്ടൻ നിലം തൊടാതെ. അതെ അതെ അതെ. അന്ന് നമ്മളെ ചെറുപ്പമല്ലേ. അതൊരു ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേന് അംബാസഡറിന്റെ കംപ്ലീറ്റ് ബുഷും പോകും. ഡോറ് അടയ്യല, തുറക്കിയല്ല, പിന്നെ സീറ്റിന്റെ പൈപ്പ് ഒടിയും, എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇന്നാലൊക്കെ 2 ദിവസങ്ങളിൽ ചെയ്ത് പിന്നെ അടുത്ത ഓട്ടത്തിന് പോകും. അന്നൊന്നും ഈ മന്ത്രിമാർക്ക് പല സ്ഥലങ്ങളിൽ പല വാഹനങ്ങളില്ലായിരുന്നു. ഒറ്റ കാറായിരുന്നു അന്ന് മിക്കവാറും നേരം ഒറ്റ കാറായിരുന്നു അല്ലേ? അതിൽ തന്നെയാണ് ഈ ഓട്ടം മുഴുവനും അല്ലേ? കാരണം അന്ന് ഈ 10-15 മന്ത്രിമാരുണ്ടല്ലോ. അന്ന് തൃശ്ശൂർ ഒരു വണ്ടിയുണ്ട്, ഒറ്റ വണ്ടിയുള്ളൂ. അല്ല എറണാകുളത്ത് നിന്ന് 2 വണ്ടി 3 വണ്ടിയുള്ളൂ. അപ്പൊ ഈ മിക്കവാറും മന്ത്രിമാരൊക്കെ ബുക്കിംഗ് സമയത്ത് വണ്ടി കിട്ടാറില്ല. ഓ അങ്ങനെയും ഉണ്ടായിരുന്നു. അത് ശരി. വണ്ടിയുടെ ദൗർലഭ്യം. പിന്നെ പുറത്തും ടാക്സി വിളിക്കും വരുമ്പോൾ. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും. അപ്പൊ സ്വന്തം കാരണം എല്ലാവരും പോരാൻ ശ്രമിക്കുമായിരുന്നു. ഈ നമ്പാടൻ മാഷിന്റെ വണ്ടി മാർക്ക് 3 ആയിരുന്നോ? അല്ലല്ല, ആദ്യം മാർക്ക് 3 ആയിരുന്നു. പിന്നെ 78 മാർക്ക് 4 ഇറങ്ങിയപ്പം മാർക്ക് 4 ആക്കിയല്ലേ? മാർക്ക് 4 വണ്ടി പുള്ളിക്ക് കൊടുത്തായിരുന്നു. അത് പെട്രോൾ ആയിരുന്നോ ഡീസൽ? പെട്രോൾ. കേരള സ്റ്റേറ്റ് 24 നമ്പർ 4 അല്ലേ? 24 നമ്പാടൻ മാഷിന്റെ 25. അന്നത്തെ PWD മന്ത്രിയായിരുന്ന അബൂബക്കർ സാറിന്റെ PM അബൂബക്കർ PWD മന്ത്രിയായിരുന്നു. 2 പച്ച കളറ്. ഓ പച്ച കളർ വണ്ടിയായിരുന്നു, വെള്ളയല്ല? വെള്ളയല്ല. ഓ ശരി. ഓക്കെ. അതിന് നമ്മളെ മാഷ ഒരു ഭാഷ പറയുമായിരുന്നു. കണ്ടത് കർഷകന്റെ പച്ച, മറ്റത് ലീഗിന്റെ പച്ച. നമ്മളെ മാഷ പ്രത്യേകം അങ്ങനെ സെക്കൻഡ് ഷോ പരമാവധി കാണാൻ ശ്രമിക്കുമായിരുന്നു. ആണല്ലേ? ഓ ഒരു സിനിമാ ഭ്രാന്തനായിരുന്നു. ഒരു സിനിമയെ വലിയൊരു സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. സെക്കൻഡ് ഷോ കാണാൻ ശ്രമിക്കും. ആ സമയം കാണാൻ കൂട്ടുകയൊക്കെ പുള്ളി എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുന്നത്. ഞാൻ ഈ കുർബാനി സിനിമ കാണുന്നത് തൃശ്ശൂർ രാഗത്തിൽ നങ്ങാരപ്പെടുത്തിയിരുന്നുണ്ടാ. ഓ ശരി. തൃശ്ശൂർ രാഗം തിയേറ്ററിലാണെന്ന് കുർബാനി ഇറങ്ങി കണ്ടത്. ഓട്ടത്തിനിടയ്ക്ക് എന്തെങ്കിലും രസകരമായ സംഭവം? ഈ ഉറക്കം വരാതിരിക്കാൻ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ശരി. രസികനായിരുന്നു അല്ലേ? രസികനായിരുന്നു. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ചേട്ടൻ? ഏതെങ്കിലും? അപ്പൊ ആദ്യത്തെ ഒരു മന്ത്രിയുടെ കൂടെ നമ്പാടൻ മാഷായിരുന്നു? അതെ 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 അതെ. അത് ഏത് വർഷം തൊട്ടായിരുന്നു? 1980 മന്ത്രിസഭയില് നായനാർ സാറായിരുന്നു മുഖ്യമന്ത്രി. 80-81 തോന്നുന്നു. 24 മാസം എൻ്റെ മന്ത്രിസഭ ഉണ്ട് കാലാവധി. അത് ശരി. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു അല്ലേ? അന്ന് ഈ എല്ലാ ആഴ്ചയിലും മനോരമ അല്ല ദീപിക പത്രത്തിനകത്തെ പാറക്കാട് തിരുമേനിയുടെ ഒരു ഫലിതങ്ങൾ വരുമായിരുന്നു. ഇങ്ങനെ എപ്പോഴും ഈ ഫലിതങ്ങൾ നോട്ട് ചെയ്ത് ഓരോ പ്രസംഗത്തെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓ അത് ശരി. അതെടുത്ത് പ്രയോഗിക്കും. അതിലൊരു ഫലിതം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ചങ്ങനാശ്ശേരിയിലെ 2 കുരിശുപള്ളി ഉണ്ടെന്ന് പറഞ്ഞു. മാർക്കറ്റിൻ്റെ അടുത്ത് ഒന്ന് യൂസഫ് പിതാവിൻ്റെയും കുരിശുപള്ളിയും, അപ്പുറത്തെ മാതാവിൻ്റെ കുരിശുപള്ളി. അപ്പം ഒരു കപ്പ്യാര രണ്ടിലും മണി അടിക്കുന്നില്ല, പൈസ എടുക്കാൻ പോകണം. ഓ ശരി. സ്വത്രക്കാഴ്ച. അപ്പം മിക്കവാറും ഈ കപ്പയിൽ ചെല്ലുമ്പം മാതാവിൻ്റെ കുരിശുപള്ളി പൈസ കൂടുതലും യൂസഫ് പിതാവിൻ്റെ കുരിശുപള്ളിയിൽ പൈസ കുറവായിരിക്കും. ഇങ്ങനെയായ ഒരു ദിവസം കപ്പയിൽ പറഞ്ഞു, മാതാവ് വേണ്ട, യൂസഫ് പിതാവ് ഇവിടെ വടിയുമ്പോഴത്തേന് ഇപ്പോൾ ഉണ്ടാവുള്ളൂ, അപ്പുറത്ത് മാതാപത്തെ കാശുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നർമ്മകരമായ കടതൊക്കെ അടിച്ച് അതൊക്കെ പുള്ളി എവിടെയെങ്കിലും പ്രയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളിൽ ചെല്ലുമ്പം കഥ പറയുന്നത് പിള്ളേരുടെ കൃഷിക്കാരൻ്റെ കഥയാണ് പറഞ്ഞത്. നെല്ലി വിതയ്ക്കുന്നത്. അന്നത്തെ കാലത്ത് ഏതൊക്കെ കുറേ ജയ അരി അന്നത്തെ നെൽകൃഷിയുടെ പേരും പറഞ്ഞിട്ട് നമ്മളൊരു പാടത്തിൽ നെല്ല് വിതയ്ക്കുകയാണെങ്കിൽ രാവിലെ പോകും നോക്കാനായിട്ട്, ഉച്ചയ്ക്ക് പോകും നോക്കാനായിട്ട്, വൈകുന്നേരം വെള്ളം വെക്കാൻ പോകും, വളയിടാൻ പോകും. പേരൻസ് പിള്ളേരെ വീട്ടിൽ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് പരിപാടി. അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ലായിരുന്നു. ഏത് കൃഷി സ്ഥലത്തേക്കോ? അല്ലല്ല, സ്കൂളിലേക്ക്. പിള്ളേർ കർഷകന്റെ കൃഷിക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും പിള്ളേർ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ശരി എക്സാമ്പിളാണ് പുള്ളി പറഞ്ഞത്. മനസ്സിലായി. അപ്പം 82 വരെയാണ് നമ്പാടൻ മാഷിന്റെ കൂടെ ഉണ്ടായിരുന്നത് അല്ലേ? ആ മന്ത്രിസഭയുടെ കാലാവധി മുഴുവൻ. അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞല്ലോ, എന്താ ഇങ്ങനെ ഒരു സ്ഥിരം ഡ്രൈവറായിട്ട് നിന്ന വലിയ ഒരു സാമ്പത്തിക നേട്ടമൊന്നുമില്ല. സാമ്പത്തിക നേട്ടം തന്നെയല്ല, നമുക്ക് പലരായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പം എറണാകുളത്താകുമ്പം കേന്ദ്രമന്ത്രിമാർ വരും, മറ്റുള്ള സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സ് വരും, ഇവിടുത്തെ തന്നെ പല മിനിസ്റ്റേഴ്സ് വരും.
ഒരു ഇടത്താവളം പോലെ അവിടെ എയർപോർട്ട് ഉണ്ടല്ലോ കൊച്ചിയിൽ. അതെ. സുപ്രീം കോടതി ജഡ്ജിമാർ, മറ്റുള്ള സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സ്, ഒരുപാട് പേരുമായിട്ട് ബന്ധങ്ങളുണ്ട് പോവാം. ഇപ്പോൾ 4-5 ദിവസമൊക്കെ ഒരാൾ കൊടുത്ത് പോയി, അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്നു, ആ ആളിൻ്റെ കൊടുത്ത് പോയി. അപ്പോൾ നമുക്കൊരു ബന്ധങ്ങളുടെ സർക്കിൾ കൂടുതൽ വരും. അപ്പോൾ ട്രാൻസ്ഫർ മേടിച്ച് പോകുന്നു. അതായത് നമ്പാടൻ മാഷിന്റെ ആ ഒരു മന്ത്രിസഭ കഴിഞ്ഞപ്പോഴേ എറണാകുളത്തേക്ക് പോകുന്നു. എന്നിട്ട് അപ്പോൾ അവിടെ പ്രമുഖരായിട്ട് ആരുടെ കൂടെയൊക്കെ ആയിരുന്നു? അതൊക്കെ ഒരുപാട് പേരുണ്ട്. അന്ന് ഞാൻ എറണാകുളത്ത് വരുന്ന സമയത്ത് 82-ലെ കരുണാകരൻ സാറാ മുഖ്യമന്ത്രി. അപ്പോൾ അവരൊക്കെ വരുമ്പം മകളുടെ വീട് പനമ്പള്ളി നേറിലാണ്. അപ്പം അവിടെ പോകാനായിട്ട് മിക്കവാറും ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം വരും. ഗുരുവായൂർ. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തായിരുന്നു വണ്ടി? അന്ന് ഞാൻ ആദ്യം അങ്ങേർക്ക് ഡ്യൂട്ടിക്ക് പോകുന്നൊരു ഷവർലെ മാലിബു. അന്ന് ഇവിടെ കേരളത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വലിയ വണ്ടികളൊന്നുമില്ല. STSന്ന് കുറേ പഴയ വണ്ടി കിട്ടും, അതിങ്ങനെ ഇട്ട് ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് അംബാസഡർ ആയിരുന്നോ? അല്ലല്ല, ഇതുപോലത്തെ ഇമ്പോർട്ടഡ് കാറ്. അതിന്റെ ഷവർലെ മാലിബു, നമ്പർ KRE 6478. ഓ ശരി. അതുകൊണ്ട് ഞാൻ ആദ്യം കർണാടക സാറിൻ്റെ ഡ്യൂട്ടിക്ക് പോണത്. ശരി. അത് കഴിഞ്ഞ് ഗുരുവായൂരൊക്കെ പോയി വന്നു. രണ്ടാം അങ്ങേര് തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറി പോയി. പിന്നെ ഇങ്ങേരുടെ മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്ന വരെ എപ്പം എറണാകുളത്ത് വന്നാലും ചേട്ടനായിരുന്നു, ഞാനായിരുന്നു. ശരി. പല വണ്ടികളിലായിട്ട്. ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് 1980 ഏഷ്യാഡ് നടന്നില്ലേ? 84 85 ആ കാലഘട്ടം. അപ്പു അല്ലേ? ഇവിടുന്ന് ആനയെ കൊണ്ടുപോയി, തൃശ്ശൂരിൽ ആനയെ കൊണ്ടുപോയി. കർണാടക സാർ അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഒക്കെ നടത്തി ട്രെയിനെ കയറ്റി വിട്ടപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഏഷ്യാഡ് കഴിഞ്ഞപ്പം കുറച്ച് വണ്ടി ഏഷ്യാഡിൻ്റെ ഗസ്റ്റിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡൽഹി വന്നായിരുന്നു. ഡെലിഗേറ്റ്സ് STC വന്നിരുന്നു. അത് കഴിഞ്ഞപ്പം കുറേ വണ്ടികൾ, ഫോറിൻ വണ്ടികൾ പല സ്റ്റേറ്റിനും കൊടുത്തു. വീതിച്ചു കൊടുത്തു. അപ്പോൾ കേരളത്തിൽ 2 വണ്ടി കിട്ടി, 2 ബെൻസ് ആയിരുന്നു. 1 ഓട്ടോമാറ്റിക് 123 KL01 7097 KL01G. അത് 123 ആയിരുന്നോ 124 ആയിരുന്നോ? 230D. 230D W123 ആയിരിക്കും അല്ലേ? പരന്നിരിക്കുന്നതാണോ? ഓട്ടോമാറ്റിക്. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ അതിനകത്തായിരുന്നു. അതാണോ അദ്ദേഹത്തിന് ഒരു വലിയൊരു ആക്സിഡന്റ് നടന്നത്? ഇല്ലില്ല, ആക്സിഡന്റ് നടന്നത് അന്ന് ഡ്രൈവറുടെ പേര് ഭാസ്കർ എന്നാ. അത് അങ്ങേരിവിടെ അന്ന് ഞാറക്കൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഞാറക്കൽ ഇലക്ഷൻ പ്രവർത്തനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ക്യാബിനറ്റ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയിൽ പോകാനാണ് ഇരുന്നത്. ടാറ്റ എസ്റ്റേറ്റാണ്, ഏതൊരു വണ്ടിയാണോ പോകാനായിട്ട് ഇരുന്നത്. അതിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് നിൽക്കുമ്പം ടാറ്റ എസ്റ്റേറ്റിൽ അല്ലല്ല, അത് തന്നെ ടാറ്റ എസ്റ്റേറ്റിന് നിൽക്കുമ്പം അന്നേരം കോഴിക്കോട് ഒരു വിസിറ്റ് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി പ്രസിഡന്റ് ആരുടെ വന്നിട്ട് കുറേ ട്രിവാൻഡ്രത്തെ കുറേ വണ്ടികൾ കാലി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊരു വണ്ടി, അതായത് അത് ബെൻസ് അല്ലായിരുന്നോ? അല്ലല്ല, റോവർ. സ്റ്റാൻഡേർഡ് 2000. ആ ഒരു വണ്ടി ഡ്രൈവർ ഭാസ്കറിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കയറി പോയി. ശരി. ട്രിവാൻഡ്രത്തേക്ക്. ഇപ്പോൾ വെറുതെ ഒരു വണ്ടി കാലി അടിച്ചെന്തായാലും പോവല്ലേ ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ കയറി പോയി. അതാണ് പള്ളപ്പുറത്ത് വെച്ചിട്ട് ഒരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. വണ്ടി ടോട്ടൽ ലോസ് ആയി പോകണം. വണ്ടി ടോട്ടൽ ലോസ് ആയി. ഇങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഈ പൈലറ്റ് വാഹനങ്ങൾ പോലും ഇദ്ദേഹത്തിന് ഒപ്പം എത്താൻ പറ്റുന്നില്ല, ഭയങ്കര സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഡ്രൈവർമാരുടെ കഴിവായിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെയാണോ ആ രക്തത്തിൽ പങ്കുള്ളത്? പങ്കെന്ന് പറഞ്ഞാൽ ഈ പൈലറ്റ് വണ്ടി എന്ന് വരുന്നത് മിക്കവാറും ഈ ടാക്സി വണ്ടികളാണ് വരുന്നത്. ജീപ്പ് അംബാസഡറൊക്കെ അതൊക്കെ എവിടുന്നേലും സമയമാകുമ്പോൾ പോലീസുകാർ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് പോവാം. അത് ഈ വണ്ടിയുടെ ഒപ്പം ഓടാനുള്ള കപ്പാസിറ്റി വണ്ടിക്ക്. അപ്പോൾ ഒരു പരിധി വരെ ഒരു 3-4 ഓടുകൊണ്ട് കയറി പോകോളാൻ പറയും. നമ്മൾ മുഖ്യമന്ത്രി കയറി പോകോളാൻ പറയാതെ കയറി പോകത്തില്ല. അറിയാതെ കയറി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസിന്റെ പരാതി വരും, പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ എപ്പോഴും മുഖ്യമന്ത്രി അല്ലെങ്കിൽ VIP പറയാതെ നമുക്ക് ഓവർടേക്കാൻ പറ്റത്തില്ല കയറി പോകാനായിട്ട്. പതുക്കെ പോയാൽ അങ്ങനെ പറയുന്നുണ്ട്. പതുക്കെ പഴയ കാലത്ത് കാളവണ്ടിക്ക് കാളെ അടിക്കുമ്പോൾ വെക്കില്ലേ, അങ്ങനെ നോക്കും. അപ്പം മനസ്സിലാക്കണോ മതി സ്പീഡ് പോരാന്നിട്ടാണ്. ശരി. ശരി, ഒന്നും പറയില്ല, ഇങ്ങനെ ഒരു പിന്നെ അങ്ങനെ വയ്ക്കും. ശരി. അത് നമുക്കറിയാം സംഭവം ഇതാണെന്ന്. അപ്പൊ സ്പീഡ് റാഷ് ഡ്രൈവിങ്ങിന്റെ ആളാണോ അതോ നല്ല റാഷ് ഡ്രൈവിങ്ങിന്റെ ആളല്ല? അന്നേരത്തെ സാഹചര്യം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകുമ്പോൾ ചിലപ്പോൾ റാഷ് ഡ്രൈവിങ് പോകേണ്ടി പതിവ്, മനഃപൂർവ്വം മനസ്സായിട്ട് പോകുന്നില്ലല്ലോ. പക്ഷെ അങ്ങേർക്ക് ഞാൻ കണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ 100 കിലോമീറ്ററിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങേർക്ക് സമ്മതിക്കില്ല. ഞാൻ ഒരിക്കലേ
സ്റ്റാൻഡേർഡ് 2000 വണ്ടി റോവറുമായിട്ട് പത്തനംതിട്ടയിൽ അന്നങ്ങ് പ്രതിപക്ഷ നേതാവാണ് കരുണാകരൻ സാറ്. പത്തനംതിട്ടയിലെ പരിപാടിയും കഴിഞ്ഞിട്ട് രാത്രി ഒരു 12 പത്തനംതിട്ടയിൽ നിന്ന് പോരുമ്പം എറണാകുളത്തേക്ക് പോരുക എംസിലൂടെ വഴി. കല്ലിശ്ശേരി വന്നപ്പോൾ നല്ല നെട്ടായ തോമസ് കുതിരട്ട സാറിൻ്റെ വീടിൻ്റെ ഒക്കെ ആ ഭാഗത്ത് നല്ല നെട്ടായ. അതിലേക്ക് പോകുന്നത് ഞാൻ നോക്കിയപ്പോൾ ഉറക്കാൻ പറ്റുന്നില്ല. എന്നാൽ അത് പിടിച്ചേക്കാൻ നല്ല വണ്ടിയല്ലേ. ഒരു 100 കിലോമീറ്ററിന് മുകളിലായപ്പോൾ പുറയെന്ന് പറഞ്ഞു അത്ര വേണ്ട. വേറെ എന്തെങ്കിലും ലീറ്ററിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും? ഒരു പ്രാവശ്യം അന്ന് തോപ്പുംപടി പാലം, പഴയ പാലം, എയർപോർട്ട് മനസ്സിലായി. ആ തോപ്പുംപടി പാലത്ത് നിന്ന് 2.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് ചെന്നു ക്ലൂക്കോസിൽ. അത് ശരി. എന്നാ വണ്ടിയായിരുന്നത്? അത് ഒരു ഷവർലെ മാലിബു അല്ല, എൻ്റെ നമ്പർ കേരള BMF 6139. ഷവർലെ തന്നെ വേറൊരു ഇമ്പാല. അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അകത്തേലെ തോപ്പുംപടിക്കെന്ന് പോയപ്പം പുള്ളി പറഞ്ഞു നമുക്കൊരു ഇങ്ങനെ പറഞ്ഞു ഇന്ന സമയത്താണ് ചെല്ലണം എന്ന് പറഞ്ഞു. പുള്ളി 2.5 മണിക്കൂർ ഉദ്ദേശിച്ചത്. 2.5 മണിക്കൂറിൻ്റെ അവിടെ ചെന്നു. ശരി. അവിടെ ചെന്നപ്പോൾ 200 കിലോമീറ്റർ അല്ലേ? 210 കിലോമീറ്റർ. അവിടെ ചെന്നപ്പോൾ രൂപയുടെ പോക്കറ്റ് പൈസ ഇട്ടിട്ട് 100 രൂപ എടുത്തിട്ട് കാപ്പ് കുടിച്ചപ്പോൾ കൊണ്ടു. പുള്ളി സംതൃപ്തിപ്പെട്ടെങ്കിൽ പുള്ളി എങ്ങനെ നേരിട്ട് പൈസ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫിനെ കൊണ്ട് തരുള്ളൂ. ശരി. നേരിട്ട് തരുന്ന അത് ഒരു വലിയൊരു അംഗീകാരം, വലിയൊരു ഗിഫ്റ്റാണ്. 2-3 പ്രാവശ്യം മുഖ്യമന്ത്രി കരുണാകരൻ സാറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ഓവർ സ്പീഡിൽ ഓട്ടോ ഓടിക്കഴിഞ്ഞിട്ട് ചിലപ്പം പിറ്റേ ആഴ്ച വരുന്നത് ചിലപ്പം ഗവർണറായിരിക്കും. ഗവർണർ അന്ന് P. രാമേന്ദ്രൻ സാറാണ്. 1985 മുമ്പൊക്കെ ആയിട്ട്. അങ്ങേരെ വണ്ടിക്കകത്ത് കയറിയാൽ കറക്റ്റായിട്ട് നോക്കിയിരിക്കും സ്പീഡോമീറ്ററിൽ. 60 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോകും ഇങ്ങനെ സമ്മതിക്കില്ല. ശരി. നമ്മളീ കഴിഞ്ഞ ആഴ്ച മുഴുവൻ 100 ഓടിച്ചിട്ട് പെട്ടെന്ന് പിന്നെ 60 ആക്കുമ്പോൾ നമുക്കൊരു ഹാങ് ഓവർ പോലെ വരും. നമുക്കിന് ഉറക്കം തൂങ്ങും. മനസ്സിലായി. പതുക്കെ പോകുമ്പോൾ ഒരു ഉറക്കം തൂങ്ങിയത് ഹാബിറ്റ്. അങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കൊന്നുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർ കറക്റ്റ് ട്രാഫിക് റൂള് മാത്രം നോക്കിയിട്ട് പോകണ്ട, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പാടില്ല റൂൾ നോക്കി മാത്രം പോകും. അപ്പൊ പലരുടെയും കൂടെ ഓടിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം അതാണ്. ഇങ്ങനെയാണ് പ്രശ്നം. നമ്മളിപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും കാലും ഒക്കെ ഇങ്ങനെ ഒരു ഓവർ സ്പീഡിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് കൺട്രോൾ വരുന്നത്. കരുണാകരൻ സാറിന്റെ കാലം കഴിഞ്ഞ് പിന്നെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വന്നത് വയനാട് സാറാണ്. മിക്കവാറും പേർക്ക് നായനാട് പുഴുപ്പം അറിയാൻ പറ്റാം. ഏറം പാല കൃഷ്ണൻ നായനാടാണ് അതിന് പുഴുപ്പം. അങ്ങനെ നമ്മളും മിക്കവാറും ഞാനാ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ട് അത് അങ്ങയുടെ മോളുടെ വീട് എറണാകുളത്തുണ്ടായിരുന്നു. വീട്ടിൽ പോവും. പിന്നെ അങ്ങയുടെ പി ആയിരുന്നത് ഒരു വാര്യർ, വിജയം വാര്യർ, എഴുത്തുകാരനാണ്, ചെമ്പളാവുകാരൻ. അപ്പോൾ എപ്പം ഇങ്ങനെ വരുമ്പോഴും എന്നെ അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രി മിക്കവാറും രാത്രി 8 മണി 9 മണി നമ്മൾ എറണാകുളത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങയുടെ ഭക്ഷണം തൊട്ടകടയാണ്. കൊല്ലം ചിന്നക്കട ചെല്ലുമ്പോൾ അവിടെ എങ്ങനെ ഒതുക്കി നിർത്തിയിട്ട് വയറ് ഭക്ഷണം മേടിച്ചിട്ടുണ്ട്, മുട്ടയോ. അതുപോലെ വലിക്കാണ് ദിനേശ് പീടി വലിക്കുന്നത്. അങ്ങനെ ദിനേശ് പീടി 2-3 എണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വഴക്ക് പറഞ്ഞിരിക്കുമായിരുന്നു നമുക്ക് ഉറക്കം വരാതിരിക്കാനായിട്ട്. ഒരു കാലഘട്ടത്തിൽ എല്ലാ മന്ത്രിമാരും അംബാസഡർ ചോദിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം വന്നായിരുന്നു. ആ സമയങ്ങളിൽ ഈ മുഖ്യമന്ത്രിയായിരുന്ന വയനാട് സാറും അടക്കം അംബാസഡർ തോന്നുന്നു. അപ്പോൾ ആപ്പാടെ 5-6 വണ്ടിയും പോരുമുണ്ടായിരുന്നു. എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പോൾ എല്ലാവരും അംബാസഡർ ചോദിക്കാൻ വേണ്ട തീരുമാനം ഉണ്ടായി. എല്ലാവരും അംബാസഡർ വാങ്ങി. 2004 എറണാകുളത്ത് ഞങ്ങളുടെ ഗാരേജ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പം ആലുവയ്ക്ക് മാറ്റി, ആലുവ പാലസിലേക്ക്. അപ്പോൾ ആലുവ പാലസിൽ ഞാനവിടുന്ന് വണ്ടിയുടെ ചാർജ് എച്ചാപ്പറായിട്ട്, എച്ചാപ്പറിൽ നിന്ന് തന്നെ പോസ്റ്റിൻ്റെ പേര്. അപ്പോൾ എന്നാലും എനിക്കൊരു അസ്വസ്ഥ. എച്ചാപ്പറ വണ്ടി ഓടിക്കണമെന്നുള്ളതാണ് നിയമം. എന്നാലും എനിക്കൊരു അസ്വസ്ഥത. ഞാൻ ഏതെങ്കിലും വണ്ടി എടുത്ത് ഏതെങ്കിലും മന്ത്രിമാരുടെ ഓടിക്ക് പോകും. എനിക്ക് വെറുതെ എനിക്കിത് ഇഷ്ടമല്ല. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ടീം എടുത്ത് മനുഷ്യൻ ഞാനാണ്. ഒരു 50,000 കിലോമീറ്റർ ചുരുങ്ങിയ ഒരു വർഷം ഓട്ടം കാണും. കിലോമീറ്റർ ബേസ് ടിക്കറ്റ് കിട്ടുന്നത്. ഈ 27 വർഷം കൊണ്ട് 15 ലക്ഷം കിലോമീറ്റർ അവിടെ വണ്ടി ഓടിച്ചു. ഒരു അപകടം ഉണ്ടായിട്ടില്ല.
2006 എൻ്റെ ബയോഡാറ്റ എടുത്തപ്പം ഈ റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവർ എനിക്ക് ഒരു അവാർഡ് വന്നു. 2006 കിട്ടുക. 1984 ഒക്ടോബർ മാസം 31-ാം തീയതി ഞാൻ അന്നത്തെ മധ്യപ്രദേശ് ഗുജറാത്ത് ഗവർണറായിരുന്ന പാലായിലെ KM ജാണ്ടി സാറിനെ കൊണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിൽക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്നുള്ളൊരു വാർത്ത പോലീസിൻ്റെ വയർലെസ് സെറ്റിൽ എത്തിയത്. അന്ന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റുള്ള വാർത്താമാധ്യമങ്ങളൊന്നുമില്ല, പോലീസിൻ്റെ വയർലെസ് സെറ്റിൽ നിന്ന് അറിയുന്നത്. ഉടനെ ജാണ്ടി സാറിൻ്റെ പരിപാടികളെല്ലാം കട്ട് ചെയ്ത് അവിടുന്ന് കോഴിക്കോട് വന്നിട്ട് അങ്ങേര് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോയി ഗവർണർ. ഞാൻ കാറുമായിട്ട് 3-ാം പക്കമായിട്ടാണ് തിരിച്ച് എറണാകുളത്ത് വരാൻ പറ്റിയത്. റോഡുകളെല്ലാം അക്രമസക്തമായ ആൾക്കാരും എല്ലാം കൂടിക്കൊണ്ട് റോഡ് തടഞ്ഞ് വണ്ടിയെല്ലാം തല്ലിപ്പൊട്ടിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ വരുമ്പോൾ മിക്കവാറും പിന്നെ നമ്മൾ ഈ ഇടതുപക്ഷ മന്ത്രിസഭയിലെ അന്നത്തെ മന്ത്രിമാരോടെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ സുപ്രഭാതത്തിൽ UDF കന്നുമില്ല. അപ്പം നമ്മൾ അവരുടെ കൊടുത്ത് പോകും. ഈ കാണുന്നവർക്ക് നമ്മൾ ഏത് പാർട്ടിയാണോ ആർക്കും അറിഞ്ഞുകൂടാ. ഈ കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസ്സുകാരനാണോ ഇപ്പോഴും നാട്ടിലെ എൻ്റെ രാഷ്ട്രീയ ചായ വരുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ എല്ലാവരുടെയും കൊടുത്ത് പോയിട്ടുണ്ട്. എല്ലാവരും കോൺഗ്രസ്സുകാരനാണ്, എല്ലാവരും ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ പ്രധാനമായിട്ട് ഓർത്തിരിക്കാനുള്ള കാര്യം ഒന്ന് മൺസാർ ധനകാര്യമന്ത്രിയായിരുന്ന കാലം മുതൽ അദ്ദേഹം എപ്പോൾ വന്നാലും എന്നെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. പ്രത്യേകം ഞാൻ അവൈലബിളാണ്, എന്നെ തന്നെ അയക്കാനെന്നൊരു നിർദ്ദേശം കൊടുക്കുമായിരുന്നു. അതേമാതിരി ഉമ്മൻചാണ്ടി സാറ് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ പിന്നെ എറണാകുളത്ത് ആയ സമയത്തും പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ? 2006 മുമ്പാണ്. അങ്ങനെ ധനകാര്യമന്ത്രിയുടെ സമയത്താണ്. കുറച്ച് വർഷം മറ്റേ ഇങ്ങേരുടെ നിന്ന് മൺസാറിൽ നിന്ന് ധനകാര്യം മാറ്റി സമയത്തിൽ ഇങ്ങനെ ധനകാര്യമന്ത്രിയാകുന്നത്. പൊതുവെ രാഷ്ട്രീയക്കാരെല്ലാം പിൻസീറ്റ് യാത്രക്കാരാ അല്ലേ? വാഹനത്തെ പറ്റി അധികം അറിവ് ഉണ്ടാകാറില്ല. എന്നാൽ ചിലർക്കെങ്കിലും അങ്ങനെ ഈ വാഹനങ്ങളെ പറ്റി അറിവും അതിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. ആരൊക്കെയാ? എൻ്റെ ഓർമ്മയിൽ ഒന്ന് കോഴിക്കോട് നിന്ന് പഴയ ഹെൽത്ത് മന്ത്രി AC ഷൺമുഖ സാറ്. അതൊരു കലഗ്രാഹിയായിരുന്നു വണ്ടിയെ പറ്റി. ഓക്കെ, എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാവോ പുള്ളി? അല്ല, അന്ന് അംബാസഡർ യാത്രയാണല്ലോ. എന്തെങ്കിലും ഒരു ഫോൾട്ട് സൗണ്ട് കേൾക്കുവാണെങ്കിൽ പറയുവരെ ഇന്നാണ് എൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത്. അത് ശരി. അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ ഓർത്ത് വയ്ക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് തന്നെ അങ്ങനെ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. അന്ന് ഞാറക്കൽ MLAയും പിന്നെ മന്ത്രിയൊക്കെ ആയിരുന്ന PK വേലയൻ സാറ്, അദ്ദേഹത്തിന് വണ്ടിയെപ്പറ്റി നല്ല ഗ്രാഹ്യമായിരുന്നു. വണ്ടിയെപ്പറ്റി പഠിക്കാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഷവർലയുടെ ഫോർഡിൻ്റെ ഫയർമാൻ അല്ല, ഷവർലയല്ല, ഫോർഡ് ഫയർമാൻ ഓട്ടോമാറ്റിക് വണ്ടിയായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ചെന്നപ്പോഴത്തിന് അങ്ങേര് അത് യാത്ര ചെയ്ത് വളരെ കാര്യമായിട്ട് ഫ്രണ്ട് സീറ്റ് കയറിയിരുന്ന് ഓട്ടോമാറ്റിക് ഇങ്ങനെ ഓടിക്കുന്നത് ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി ചോദിച്ച്. അന്നൊന്നും ഓട്ടോമാറ്റിക് ഇല്ലല്ലോ അല്ലേ? ആ, ഓട്ടോമാറ്റിക് വളരെ അപൂർവമായിട്ട് ഓടാണ്. ഏത് വർഷമായിരിക്കും ഇത്? അത് 86-87 എനിക്ക് തോന്നുന്നല്ലേ. 90-ഒക്കെ മുമ്പാണ്. പെട്രോൾ ആയിരുന്നോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരുന്നു അല്ലേ? അതുപോലെ വേറെ എന്തെങ്കിലും? അതേപോലെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വാഹനം ഓടിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും വാഹനത്തിന് എന്തെങ്കിലും ഒരു ശബ്ദമോ എന്തെങ്കിലും ഒരു കുഴപ്പവും വന്നാൽ പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ അനുഭവം? എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ചേട്ടന് മാണിസാർ എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ അടുത്തുള്ള അല്ലെ പാലാമണ്ഡലമാണോ ഇത്? ഏറ്റുമാനൂരാണ്. എന്തായാലും വളരെ അടുത്താണ് അല്ലെ? മാണിസാറിന്റെ കൂടെ പോകാനുള്ള ഭാഗ്യവും ചേട്ടന് കിട്ടിയിട്ടുണ്ട്. മാണിസാറിന്റെ കൂടെയുള്ള അനുഭവം ഒന്ന് പറയാമോ? അന്ന് 81-ലെ മന്ത്രിസഭയിലെ മാണിസാർ ധനകാര്യമന്ത്രി, അന്ന് കേരള കോൺഗ്രസ് പാർട്ടി പെട്ടതായി നമ്പാളം മാഷ്. അപ്പം മാണിസാർ ശുപാർശ ചെയ്തിട്ടാണ് എന്നെ നമ്പാളം മാഷയുടെ സ്റ്റാഫിലെടുക്കുന്നത്. ഓ, അത് ശരി. മാണിസാറിന്റെ കൂടെ ചേട്ടൻ വാഹനം പോയിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും അനുഭവം? ഇല്ല, ഒരു പ്രാവശ്യം അന്ന് ഇപ്പം ജോസ് കെ മാണി സാർ അന്ന് പഠിക്കുക കുന്നൂർ ഊട്ടി. ഒരു പ്രാവശ്യം മാണിസാറിനെ കൊണ്ട് കുന്നൂർ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള മോഡൽ കല്യാണത്തിന് എന്തെങ്കിലും എറണാകുളത്ത് വരുന്ന സമയങ്ങളിൽ എന്നെ
പറയാറുണ്ട്, എന്നെ വേണമെന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. അത് ശരി. ചേട്ടാ, ഇനി വേറെ പ്രമുഖരായിട്ടുള്ള വേറെ ആരെങ്കിലും കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആരാണ്? യാത്ര ചെയ്തിട്ടൊന്നും പറ്റില്ല. എനിക്ക് മദർ തെരേസ്യ നോബൽ സമ്മാനം കിട്ടിയ ആ വർഷം കേരളത്തിൽ വന്നപ്പം, കൊച്ചി വന്നപ്പം, അന്ന് കേരള ഗവൺമെൻറ് മദറിനെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് പരിഗണിച്ചു. ഒരു വണ്ടി കൊടുക്കാനുള്ള തീരുമാനമായി. അപ്പം സിറ്റി കമ്മീഷണറായിരുന്നു അന്ന് CT ആൻഡ് സാറാണ്. പുള്ളി അങ്ങേര് ഓഫീസ് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോകുന്ന വണ്ടി ആരാ, ഡ്രൈവർ ആരാന്നൊക്കെ അന്വേഷിച്ചു. അപ്പം പറഞ്ഞൊരു കൃത്യവിശ്വാസമുള്ള ഒരാളിനെ അയക്കണം പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ അയച്ചത് ഡെപ്യൂട്ട് ചെയ്തു. ഞാനൊരു ഷവർലെ വണ്ടിയായിട്ട് അവിടെ, ഷവർലയുടെ ഏതാ, ഇമ്പാലയാണോ? ഷവർലെ ഇമ്പാലയാണ്, നോർമൽ ഇമ്പാല. അതുമായിട്ട് അവിടെ ചെന്നപ്പെടുത്തതിനും മദറിൻ്റെ സ്റ്റാഫിനെ കണ്ട് വിവരം പറഞ്ഞപ്പെടുത്തതിനും പറഞ്ഞു. മദർ പറഞ്ഞു, എനിക്ക് സർക്കാരിൻ്റെ സേവനം ഞാൻ തൽക്കാലം ഉപയോഗിക്കുന്നില്ല, വണ്ടി വേണ്ട. പിന്നെ ഏതോ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകാരോ ഏതോ ഒരു ഓർഫനേജുകാരോ ഒരു വണ്ടി കൊടുത്തു. ആ വണ്ടിയാണ് ഉപയോഗിച്ചത്. ശരി. അപ്പോൾ എന്നെ അവർ സ്നേഹപൂർവ്വം മടക്കി വെച്ചു. മടക്കി അയക്കാൻ നേരത്തെ ഒരു ഫോട്ടോ എടുത്തു, മദറിൻ്റെ കൂടെ തന്നെ നിർത്തിയിട്ട്. ആ ഫോട്ടോ എനിക്ക് അവർ അയച്ചു തന്നാൽ, പക്ഷേ ആ ഫോട്ടോ നമ്മളത്ര പരിഗണിച്ചില്ല, പ്രാധാന്യം കൊടുത്തില്ല. അപ്പോൾ മദറിങ്ങനെ ഉണ്ണൂരിയാവുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് മാറും നമുക്കെന്നാ അറിഞ്ഞുകൊടുക്കില്ല. അതാണ്ട് തന്നെ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തോണ്ട് ഇപ്പം എനിക്ക് ദുഃഖമുണ്ട്, ഫോട്ടോ നഷ്ടപ്പെട്ടു പോയത്. ആ പാടെ ഒരു ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ടയർ പഞ്ചറായ കേസിട്ട്. അതെന്തായിരുന്നു സംഭവം? അത് ഈ മുഹമ്മദ് സാറ് മന്ത്രിയാണ് സമയത്ത് അങ്ങനെ കൊണ്ട് മലപ്പുറത്ത് പോയിട്ട് തവനൂർ വന്നു. തവനൂർ വെച്ചിട്ട് ടയർ പഞ്ചറായി. ടയർ പഞ്ചറായി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കൂടുതലുള്ള ആൾക്കാരും എല്ലാവരും കൂടെ ഭയങ്കര ബഹളം വെച്ചു. ഒട്ടും സമയം ഉടനെ പോകണം, എനിക്ക് പകരം വണ്ടി ഇപ്പം കിട്ടണം. അന്ന് വണ്ടി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ എറണാകുളത്ത് നിന്ന് വണ്ടി വരണം, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരണം, കോഴിക്കോട്. അങ്ങനെ പോലെ ഒരു മണിക്കൂറെങ്കിലും പിടിക്കും പകരം വണ്ടി വരണം. അപ്പം നമ്മൾ സാറേ ബഹളം വെച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ സംഭവം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ടയർ മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ വേഗം ടയർ മാറ്റാൻ പറഞ്ഞു. 15 മിനിറ്റ് കൊണ്ട് ഞാൻ ടയർ മാറ്റിയിട്ട് യാത്ര തുടരുന്നു. ചേട്ടൻ പറഞ്ഞ ചേട്ടന് 72 ലൈസൻസ് കിട്ടിയെന്നാ അല്ലേ? 78 സർവീസിൽ കയറുന്നത് അല്ലെ? 79 തൊട്ട് 2006 വരെ സർവീസിലായിരുന്നു, ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യുന്നു ചേട്ടാ? ഇപ്പം ഇവിടെ അടുത്തൊരു സ്കൂളിൽ ഡ്രൈവറായിട്ട് സ്കൂൾ ബസ് ഓടിക്കുക ആണല്ലേ? ഏത് സ്കൂളാണ്? കട്ടത്തറ മേരിയമ്മൻ്റെ പബ്ലിക് സ്കൂൾ എന്ന് പറയും. അത് ശരി. എത്ര നാൾ മുതൽ? 2006 ഏപ്രിൽ മാസം 30 ഞാൻ പെൻഷനായി. മെയ് മാസം 15 വരെ പഴയ ഗവർണർ MM ജേക്കബ് സാറിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ പോയി. അങ്ങനെ റിട്ടയർ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വീട്ടിൽ നിന്ന് പോയിക്കോര് വലിയ പാടായതിൻ്റെ പേരിൽ ഞാൻ കട്ടത്തറ സ്കൂളിൽ നോക്കി. അപ്പോൾ എന്നെ അക്കാഡമിക് ഇയറിൽ 2006 ജൂൺ മാസം മുതൽ സ്കൂളിൽ കയറി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. അന്നത്തെ സ്റ്റാർട്ടിങ് ശമ്പളം എന്ന് പറഞ്ഞാൽ 2000 രൂപയേ ഉള്ളൂ നമുക്കുള്ളൂ ഇന്നത്തെ ശമ്പളം. എനിക്ക് 200 രൂപ ഒരു സ്പെഷ്യൽ തരുമായിരുന്നു 4 ശനിയാഴ്ച ദിവസങ്ങളിൽ പിള്ളേരെ കണ്ട് ബ്രില്യൻ്റ് സ്കൂളിൽ പോകുന്നതിന്. തൊഴിൽ 2200 രൂപയാണ് നമ്മുടെ വേതനം. പക്ഷെ നമ്മൾ പൈസക്കായി കൂടുതൽ നമുക്കൊരു ടൈം പാസിങ് എൻഗേജ്മെൻറ്റും ജോലി ഉണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസം, പെൻഷൻ ഇതുവരെ പെൻഷനായെന്നുള്ള ആ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. ചേട്ടൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ, കുടുംബം 1981 എൻ്റെ കല്യാണം. ഇപ്പം എനിക്ക് 3 മക്കളുണ്ട്. മൂത്തയാൾ പ്രതീഷ് എബ്രഹാം, അവനിപ്പോൾ UK അവനും ഭാര്യയും പിള്ളേരും കൂടെ അവിടെ സെറ്റിലായിരിക്കുന്നു. രണ്ടാമത്തത് മോള്, അവൾ കുവൈറ്റ് നേഴ്സായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഇളയാൾ പ്രിൻസ് മർച്ചൻ്റ് നേവിയിൽ ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ, പ്രിൻസിൻ്റെ മോനാണ് ആളല്ലേ? എൻ്റെ മക്കളാണ് ഇവിടെ ഇരുന്നത്. ഫേവറേറ്റ് ഏത് വണ്ടിയാ ചേട്ടാ? ഇനി ചേട്ടൻ്റെ ആഗ്രഹങ്ങൾ, എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, ഭൗതിക ആഗ്രഹങ്ങൾ മറ്റൊന്നും. എനിക്ക് 2 ഒരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട്. ഇത് കേരള ഗവൺമെൻറ് 2 വർഷം മുമ്പ് തുടങ്ങിയ തൊഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം എന്നൊരു പുരസ്കാരം കൊടുക്കുന്നുണ്ട് തൊഴിൽ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ കേരള പത്മ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീക്ക് പകരം കേരള ഗവൺമെൻറ് കൊടുക്കുന്നത് കേരള പത്മ. പക്ഷെ ഞങ്ങളെ പരിഗണിക്കുമെന്നൊരു ശ്രമം നടത്താൻ ആഗ്രഹമുണ്ട്. അത് അടുത്ത വർഷം കൊണ്ട് നോക്കും, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കും, നമ്മളെ ഈ ഫീൽഡും നിർത്തും. ചേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവറാച്ചൻ ചേട്ടനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു
അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.